അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പെട്ടെന്നുള്ള മരണവാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ആകെ സങ്കടപ്പെട്ടു പോകാറുണ്ട്, ആകെ വിഷമിച്ചു പോകാറുണ്ട് അല്ലെ? എന്നാൽ ഇന്നലെ ഒരു ഉസ്താദിന്റെ മരണവാർത്ത കേട്ടപ്പോൾ നമ്മളും അതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. മരണത്തിനെ ആരും ആഗ്രഹിക്കാൻ പാടില്ല, കൊതിക്കാൻ പാടില്ല. ഞാൻ പെട്ടെന്ന് മരിച്ചു പോവട്ടെ എന്നൊന്നും ആരും പറയാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. എന്നാൽ മരിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ കാമിലായ ഈമാനോടുകൂടി മരിപ്പിക്കണേ അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിപ്പിക്കണേ അല്ലാഹ്, ഷഹാദത്ത് കലിമ രണ്ടും ഉറക്കെ പറഞ്ഞുകൊണ്ട് മരിപ്പിക്കണേ അല്ലാഹ് എന്നൊക്കെ നമ്മൾ സാധാരണ ദുആ ചെയ്യാറുണ്ട്. അതുപോലെയായിരുന്നു ഇന്നലെ ഉസ്താദിന്റെ മരണം. കർണാടക ജില്ലയിലെ കുക്കാജ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് മദനി ഉസ്താദ് ഇന്നലെ 9/6/2026 അസർ നിസ്കാരത്തിന് ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 2 പ്രാവശ്യം പറഞ്ഞിട്ട് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയലും ഉസ്താദ് കുഴഞ്ഞു വീണങ്ങ് മരണപ്പെട്ടു പോയി. നിങ്ങൾ നോക്കണം, പള്ളിയിൽ നിന്ന്, മിഅ്റാബിൽ നിന്ന് മറ്റുള്ള ആളുകളെ നിസ്കാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, അതും പരിശുദ്ധമായ ഷഹാദത്ത് കലിമ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആ കലിമത്തു ഷഹാദത്ത് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഉസ്താദ് അള്ളാഹുവിന്റെ ഹളറത്തിലേക്ക് യാത്രയാവുകയാണ്. എന്ത് ഭാഗ്യമുള്ള മരണമാണ്! ഉസ്താദ് ഈ ദുനിയാവിൽ ചെയ്ത സൽക്കർമ്മത്തിന്റെ ഫലമായിട്ടാണ് ഉസ്താദിന് ഇതുപോലെയുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. ഉസ്താദിന്റെ കുടുംബത്തിന് തീരാ നഷ്ടം തന്നെയാണ്. അല്ലാഹു തആല കുടുംബത്തിന് ക്ഷമ നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നാൽ ഉസ്താദിന്റെ ആഖിറം നമ്മൾ നോക്കുമ്പോൾ വളരെ സന്തോഷവാനാണ്. കാരണം ഇതുപോലെ ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് മരിക്കുക, സുജൂദിലായി മരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഭാഗ്യമുള്ള മരണമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അത് എല്ലാ ആളുകൾക്കും കിട്ടുന്ന മരണമല്ല, അത് എല്ലാ ആളുകൾക്കും കിട്ടുന്ന ഭാഗ്യമല്ല. അല്ലാഹു തആല ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യമാണ്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും കലിമത്ത് ഷഹാദത്ത് ഉറക്കെ പറഞ്ഞുകൊണ്ട് കാമിലായ ഈമാനോടുകൂടി മരിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മെ എല്ലാവരെയും അല്ലാഹു തആല നന്നാക്കി തരുമാറാവട്ടെ. അല്ലാഹു തആല ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മെ എല്ലാവരെയും ഉസ്താദിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം എന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.